ഓം നമോ വിരാട് വിശ്വബ്രഹ്മണേ നമ. എല്ലാവർക്കും നമസ്തേ. വിശ്വബ്രഹ്മ സമൂഹ മഠത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്നത് വേദിക് വാസ്തുവും ആധുനിക വാസ്തുവും എന്നുള്ള വിഷയമാണ്. എന്താണ് വേദിക് വാസ്തു? എന്താണ് ആധുനിക വാസ്തു? ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ രണ്ടും ഒന്നാണോ എന്നുള്ളതാണ് നാം പരിശോധിക്കുന്നത്. ഈ വീഡിയോ പൂർണ്ണമായും കേൾക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ വന്നു ചേരാൻ വേണ്ടി അത് സഹായിക്കും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് വേദിക് വാസ്തു? വേദിക് വാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാസ്തുവിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് വൈദികം എന്ന് പറയുന്നത്. ബ്രഹ്മജ്ഞാനികളായ ആളുകൾ, ബ്രഹ്മത്തെ അറിഞ്ഞ ആളുകൾ ഈ പ്രകൃതിയെ എങ്ങനെ ഉപയുക്തമാക്കാം എന്ന് കണ്ടുപിടിച്ചതാണ്. അല്ലെങ്കിൽ നാം പ്രകൃതിയെ കൂടുതലായിട്ട് അതിനെ ചൂഷണം ചെയ്യാതെ എങ്ങനെ ഓരോ ജീവജാലങ്ങൾക്കും അനുകൂലമായിട്ട് ഉപയുക്തമാക്കാം എന്ന് വിവക്ഷിക്കുന്നതാണ് വൈദിക വാസ്തു സനാതനധർമ്മം അല്ലെങ്കിൽ വേദിക് വാസ്തു എന്ന് പറയുന്നത്. വേദിക് വാസ്തുവിൻ്റെ പ്രമാണങ്ങൾ സൂര്യൻ ഊർജകാരകനും ഭൂമിയുടെ കാന്തിക ദിശയും പ്ലാനറ്റിലെ ഗ്രഹങ്ങളും അതേപോലെ തന്നെ സംക്രമങ്ങളും രാശികളും അതേപോലെ തന്നെ ഓരോ ഭൂമിയുടെ പ്രത്യേകതകളും അടങ്ങിയിട്ടുള്ളതാണ്. ഇത് നാം ഉപയോഗിക്കുന്നത് മൂലം വൈദിക വാസ്തുവിൽ കൃത്യമായിട്ട് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു രാജ്യത്തിൻ്റെ തന്നെ ക്രമീകരണങ്ങളെ ഉൾക്കൊള്ളുന്ന രീതിയിലായിരുന്നു. അപ്പോൾ അതിന് രാജ്യവാസ്തു എന്നാണ് പറയുക. അതിനുശേഷം പിന്നീട് നഗരങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ വന്നപ്പോൾ അതിനെ നഗരവാസ്തു എന്ന രീതിയിൽ നാം അറിയപ്പെട്ടു. പിന്നീട് അത് ഗ്രാമവാസ്തുവായി, പിന്നീടത് ക്ഷേത്ര വാസ്തുവായി, പിന്നീടത് ഗൃഹവാസ്തുവായി, ഇന്ന് അല്പക്ഷേത്ര വാസ്തുവായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം ആ വൈദിക വാസ്തുവിൽ നിന്ന് നമ്മൾ ഇന്നത്തെ കൂടുതൽ ജനസംഖ്യയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അതിനുണ്ടായ എന്തെങ്കിലും മാറ്റമുണ്ടോ, അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ ഈ വാസ്തുവിനെ നമുക്ക് നോക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് അടുത്തതായി പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വാസ്തു ആചാര്യൻ ആ വാസ്തു കൈകാര്യം ചെയ്യുന്നത് കേവലം ഇതിനെക്കുറിച്ച് പൂർണ്ണമായി ഗവേഷണം നടത്താതെയോ ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് കൂടുതൽ അധ്യയനം ചെയ്യാതെയോ ആണ്. കാരണം ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് അധ്യയനം ചെയ്യുക? നമുക്കറിയാം, ഇന്ന് ഭാരതത്തിലോ ലോകത്ത് എവിടെയെങ്കിലും തന്നെ വാസ്തുവിദ്യയെക്കുറിച്ച് ഉള്ള ഒരു അധ്യയന പദ്ധതി എവിടെയുമില്ല. ആ വാസ്തുവിദ്യയെ ഇന്ന് സിവിൽ എഞ്ചിനീയറിംഗ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നിർമ്മാണ ശാസ്ത്രമാണ്. അതിന് ഓരോ മെറ്റീരിയലും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ വാസ്തുശാസ്ത്രത്തിൽ വരുന്നുണ്ട് എങ്കിലും, അല്ലെങ്കിൽ വാസ്തു സനാതനത്തിൽ വരുന്നുണ്ട് എങ്കിലും, വാസ്തു സനാതന ധർമ്മത്തിൽ ഉപയോഗിക്കുന്ന ഊർജ തത്വങ്ങളോ ദിശാതത്വങ്ങളോ ആത്മീയ തത്വങ്ങളോ ഒന്നും തന്നെ മറ്റൊരു ആധുനിക ശാസ്ത്രഘടനയിലും ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. വാസ്തുശാസ്ത്രത്തെ അല്ലെങ്കിൽ ഈ സനാതന ധർമ്മത്തെ ഏതെങ്കിലും ഒരു ശാസ്ത്രവുമായിട്ട് തട്ടിച്ചു നോക്കുക, അത് അജഗജാന്തരമാണ്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാനും സാധിക്കാത്തതാണ്. കാരണം ശാസ്ത്രങ്ങളുടെ ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം.
എന്നാൽ ഇന്ന് നമുക്കറിയാം, അപര ഡോക്ടർമാർ അല്ലെങ്കിൽ അപര വൈദ്യന്മാർ നമ്മുടെ നാട്ടിൽ വിലസുന്നത് പോലെ അപര വാസ്തുവിദ്യ വിദഗ്ധർ ഇന്ന് നാട്ടിൽ ഒരുപാട് വിലസുന്നുണ്ട്. കാരണം ഇത് ആർക്ക് വേണമെങ്കിലും വാ വായിലെ നാവ് വളച്ചുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ മാറിയത് കൊണ്ട് തന്നെയാണ് ഈ വാസ്തുശാസ്ത്രത്തിൻ്റെ അതിൻ്റെ പവർ അല്ലെങ്കിൽ അതിൻ്റെ ഗുണം, അതിൻ്റെ സത്ത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഋഷീശ്വരന്മാർ അനേക വർഷക്കാലം ഓരോ ദിശകളെക്കുറിച്ചും സൂര്യൻ്റെ പരിക്രമണത്തെക്കുറിച്ചും നിർമ്മിതിയിൽ നമ്മുടെ ഉയരത്തെക്കുറിച്ചും അതിൻ്റെ വിധാനത്തെക്കുറിച്ചും അധിഷ്ഠാനത്തെക്കുറിച്ചുമൊക്കെ പഠിച്ച് നമുക്ക് ചെറിയ ചെറിയ ക്യാപ്സ്യൂളുകളായിട്ടാണ് ഇന്ന് പല പുസ്തകങ്ങളിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ അവർ നടത്തിയ ഗവേഷണത്തിൻ്റെ ഫലമാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഇതിനെ ഗവേഷണം ചെയ്തിട്ടില്ല എങ്കിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ എങ്ങനെ വാസ്തുവിനെ ബാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കാതെ വരികയാണ് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഒരു വാസ്തു അധ്യയനം ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ വാസ്തു പ്രചരിപ്പിക്കുന്ന ആൾ എന്താണ് അവരുടെ ലക്ഷ്യം? വാസ്തു ലക്ഷ്യം വെക്കുന്നത് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഭാഗ്യവും ഒക്കെ ആണെങ്കിൽ ഇന്ന് ഒരു വാസ്തു പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ ലക്ഷ്യം വെക്കുന്നത് അയാളുടെ വരുമാനം മാത്രമാണ്. അത് വളരെ തെറ്റായ ഒരു സന്ദേശമാണ് നമ്മുടെ മാലോകർക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിന് നൽകുന്നത് എന്ന് നാം മനസ്സിലാക്കണം. പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് വാസ്തുശാസ്ത്രം ഒരു സനാതന ധർമ്മമാണ്. അല്ലെങ്കിൽ അത് നമ്മുടെ ഭൂമിയുടെ ആരംഭ ദിശയിൽ തന്നെ പഞ്ചഭൂതത്തിനോടൊപ്പം അതിൻ്റെ ക്രമികങ്ങളായിട്ടുള്ള സന്തുലിതാവസ്ഥയെ, സമന്വയത്തെ യോജിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംയോജിപ്പിച്ചുകൊണ്ട് അന്നു മുതലേ ഉള്ളതാണ്. ഇതാരെങ്കിലും സൃഷ്ടിച്ചതോ ഇതാരെങ്കിലും എഴുതിയുണ്ടാക്കിയതോ ഇത് ദേവോത്തമന്മാരായ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തു പറഞ്ഞതോ അല്ല. ഈ പ്രപഞ്ചത്തിൻ്റെ താളത്തെ, ഈ പ്രപഞ്ചത്തിൻ്റെ ചാക്രികതയെ, ഈ പ്രപഞ്ചത്തിലെ ഊർജത്തിനെ ഓരോ ഋഷീശ്വരന്മാരും അതിനെ എങ്ങനെ മനുഷ്യന് ഉപയുക്തമാക്കാം എന്ന് കണ്ടുപിടിക്കുകയും ആ കണ്ടുപിടിച്ചതിൻ്റെ പൂർണ്ണമായ വിശദീകരണങ്ങൾ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് അതിനെ വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് അവതരിപ്പിച്ചു തരികയുമാണ് ചെയ്തിരിക്കുന്നത്. ആധുനിക വാസ്തുശാസ്ത്രവും അതേപോലെ തന്നെ വേദിക് വാസ്തുശാസ്ത്രവും തമ്മിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല. പ്രമാണങ്ങളും അതിൻ്റെ ഊർജ്ജതത്വങ്ങളും എല്ലാം ഒന്നു തന്നെയാണ്. പക്ഷേ ഇന്ന് നാം അതിനെ വളരെ മോശമായ രീതിയിൽ പല ബിൽഡിങ്ങുകളിലും നമ്മൾ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണ് കേരളത്തിലും അതുപോലെ തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് വളരെ അലംഭാവമായ ഒരു ജീവിതം നയിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് എല്ലാവരും ഇത് പരിശോധിച്ച് നല്ല രീതിയിൽ ചെയ്യേണ്ടതാണെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.